ഇന്ന് അനീഷിൻ്റെ അടുത്ത് ജിഷൻ കാണിച്ചത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആ ഒരു സ്പോൺസേർഡ് ടാസ്കിനിടയിൽ അനീഷാണ് മുന്നേ ഓടുന്നത്. ആ കളത്തിൽ ആദ്യം കാല് വയ്ക്കുന്ന അനീഷാണ്. പക്ഷെ ജിഷിൻ പുറകിലേ ഓടി അനീഷിനെ പുഷ് ചെയ്യുമ്പോഴാണ് അനീഷ് താഴെ വീഴുന്നത്. സ്വാഭാവികമായിട്ട് അനീഷ് അവിടെ നിൽക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ പിടിച്ച് തള്ളുന്ന പോലെയൊക്കെ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസ് പറയുന്നു അനീഷാണ് അവിടെ ആദ്യം എത്തിയത് എന്ന് പറയുന്നു. ജിഷിൻ അവിടുന്ന് മാറിയിട്ട് പിന്നെ ദേഹത്തൊട്ട് കളിക്കരുതെന്നും പറഞ്ഞ് കൈയും ചൂണ്ടി വന്ന ഒരു രീതിയുണ്ട്. അവിടെ അനീഷിന്റെ ദേഹത്ത് ജിഷിനും അതിന് മുമ്പ് തൊട്ട് കളിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പിടിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് ടാസ്കിന്റെ ഇടയിലുമാണ്. അപ്പം പിന്നീട് ജിഷിൻ ഇത്രയും വയലന്റ് ആയിട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അനീഷ് കല്ല് പോലെ നിന്ന് കേട്ടോ, കൊട്ടയ്ക്ക് നിന്നു. എടാ നിന്നെക്കാളും വലിയ ആൾക്കാരെ പുറത്ത് കണ്ടിട്ടുണ്ടാ, ഞാൻ പോടാ എന്നൊക്കെ പറഞ്ഞ് അനങ്ങിയിട്ടില്ല. ഷാനവാസ് ഇടയിൽ കയറിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അനീഷ് ആ നിപ്പ് നിന്നനെ. അല്ലെങ്കിൽ ഈ കൈയും ചൂണ്ടിക്കൊണ്ട് ജിഷിൻ കയറി വന്നപ്പോൾ ഒന്ന് പേടിച്ചിങ്ങനെ പുറകിലേക്ക് പോലും പോയില്ല. കല്ല് പോലെ നിന്നു അനീഷ് അവിടെ. കാരണം ആ ഒരു വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജിഷിൻ അവിടെ അനീഷിനെ പുഷ് ചെയ്തിട്ടാണ് അനീഷ് താഴെ വീണ് പോകുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും അനീഷിന്റെ മെക്കിട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. ജിഷിന്റെ ആ ഒരു പ്രവൃത്തി വളരെ മോശമായിട്ടാണ് തോന്നിയത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.